എണീക്ക. എനിക്കൊന്നും പറ്റൂല. എനിക്ക് കയ്യൊന്നും കൂടി പൊക്കോ വലിക്കല്ലേ. ഒന്ന് രണ്ട് പേരല്ലാതെ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. പിന്നെ അമ്മയ്ക്ക് കയറിപ്പോകാൻ അമ്മയ്ക്ക് ജനിച്ചു വളർന്ന വീടില്ല. എന്തെങ്കിലും ഹെൽപ്പ് അതിൽ നിന്നും ചെയ്തു തരാമോ, അല്ലെങ്കിൽ ഒരു നേരത്തെ 1 കിലോ അരി തരാമോ എന്ന് ചോദിച്ച് ഞാൻ ഒരു വീട്ടിലും പോയിട്ടും ഇല്ല. അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റൽ വരെ ഒന്ന് വരാമോ എന്നൊന്നും ഞാൻ ആരോടും ചോദിച്ചിട്ടുമില്ല. ഇതെല്ലാം ഇവർക്ക് ബാധ്യതകളാണെന്ന് ഞാൻ കണ്ടു മനസ്സിലാക്കി. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനും ആൻസൂട്ടനും ഞാൻ വൈകിട്ട് കോളേജിൽ നിന്ന് ഇപ്പം എത്തിയതേ ഉള്ളൂ. ആൻസൂട്ടിൻ്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇംഗ്ലീഷും എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു എന്നാ പറഞ്ഞു. ആർക്ക് കേട്ടുമ്പം അറിയാം. ഹൈ, മാത്സോ പാടായിരുന്നോ? പഠിച്ചാ എളുപ്പമായിരുന്നു. പഠിച്ചില്ല. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്ന എളുപ്പമാകും. ഞാനാണെങ്കി ചായ ഇട്ടേക്കോ. ചായപ്പൊടിയും എടുക്കാവോ? വേഗം എടുക്ക. ഇനിട. അത്ര വെത്തി വേണ്ട. അത് മതി. ഓക്കെ. അമ്മച്ചിയുടെ ഗ്ലാസ്സിങ് എടുക്ക. ഇതിനകത്തുനിന്ന് നിന്റെ ഗ്ലാസ് എടുത്തോണ്ട് വാടാ. പഞ്ചസാര ഇപ്പൊ വലിയ പാത്രത്തിൽ പഞ്ചസാര ഇട്ട് വെക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇതിങ്ങനെ നീക്കി വെച്ചടാ ഗ്ലാസ്. അങ്ങോട്ട് വയ്ക്ക. പനി വന്നിട്ട് മാറണില്ല. പനി മാറി, കഫക്കെട്ട് മാറുന്നില്ല. അത് പിന്നെ ഇതൊന്ന് കഴുകി തരുമോ? അത് പിന്നെ എല്ലാവരും പറഞ്ഞു ഇപ്പോഴത്തെ പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഫക്കെട്ട് മാറാൻ ഇച്ചിരി താമസം വരും. നാളെ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ ഇവനെന്തോ പൊട്ടനാ. അപ്പൊ അതേ നമ്മൾ ചായ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മള് ലൈറ്റ് ഇട്ടടാ വച്ചാ. ഈ ലൈറ്റ് ഇട്ടാടാ. ആ ലൈറ്റ് കിടത്തിക്ക്. ഓക്കെ. പിന്നെ നമ്മള് പഴംപൊരി വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഈ പഴംപൊരി അമ്മച്ചിക്ക് കൊടുക്കാനാ പിടിച്ചേ. ചായ എടുത്തോണ്ട് വരാം. ഫസ്റ്റ് ഓ ചായക്ക് ചൂടാ. കൈ കൊണ്ട് എടുത്തിട്ട് പറ്റണില്ല. ചായ എണീക്ക. എനിക്കൊന്നും പറ്റൂല. എനിക്ക് കയ്യൊന്നും കൂടി പൊക്കോ വലിക്കല്ലേ.
അപ്പോൾ ഇതാണ് അമ്മച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. തീർത്ത് വയ്യാതാവാൻ ഒരു റീസൺ ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പായിട്ട് ഞാൻ ഇത്ര നാളും എല്ലാവർക്കും നേരിട്ട് കണ്ടവരൊന്നും അല്ല, ഇപ്പം ചിലർക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരുപാട് പേർക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്, സോഷ്യൽ മീഡിയയിലല്ല, പേഴ്സണലായിട്ട് ഉള്ളവർക്ക്. കാരണം ഞാൻ കല്യാണം കഴിച്ച് വിട്ടു, വീട് വിറ്റ് കല്യാണം കഴിച്ച് വിടേണ്ട സാഹചര്യം വന്നു. കാരണം എല്ലാവർക്കും അറിയാം, അപ്പം നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒരു മകളെ കെട്ടിച്ചുവിടാനുള്ള യാതൊരു സെക്യൂരിറ്റിയും ഉണ്ടാവാതെയാണ് ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട് വിറ്റ് വിവാഹം നടത്തേണ്ടി വന്നു. ആങ്ങളെ കല്യാണം കഴിച്ച് 2008 എൻ്റെ ഞങ്ങൾ 2 മക്കളാണ്. അപ്പോൾ അതിൽ എന്നെക്കാളും 9 വയസ്സിൻ്റെ മൂത്തതായിരുന്നു എൻ്റെ ആങ്ങള. അപ്പോൾ ചേട്ടായി കല്യാണം കഴിച്ച് 2008 തന്നെ ഭാര്യയുടെ നാട്ടിലേക്ക് പോയി. അപ്പം അവരുടെ ഇഷ്ടത്തിനും അവരുടെ താല്പര്യത്തിനും അനുസരിച്ച് അവരവരുടെ കുടുംബം നോക്കി അങ്ങ് പോയി. പിന്നെ 2008 ഞാൻ PG കഴിഞ്ഞ് നിൽക്കുക. അപ്പോൾ PG കഴിഞ്ഞ് നിൽക്കുമ്പം നിന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 1 വർഷം ഞാൻ ട്യൂഷൻ എടുത്തു വീട്ടിൽ. ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു കേട്ടോ, അങ്ങ് അകലേന്നൊക്കെ വരുമായിരുന്നു പിള്ളേർ. അപ്പോൾ ട്യൂഷൻ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് BEdന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഡിഗ്രി ഞാൻ എക്കണോമിക്സും PG മലയാളമായിരുന്നു. അപ്പോൾ PGയുടെ റിസൾട്ട് വെച്ച MA മലയാളത്തിൻ്റെ വന്നാൽ റിസൾട്ട് സർട്ടിഫിക്കറ്റ് വന്നാൽ മാത്രമേ BEdന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, BEd മലയാളം എടുക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ 1 വർഷം വെയിറ്റ് ചെയ്തു. ആ സമയത്തായിരുന്നു എൻ്റെ ബ്രദറിൻ്റെ കല്യാണം. അപ്പം കല്യാണം ഒരു ഓഗസ്റ്റ് 25 കഴിഞ്ഞു. സെപ്റ്റംബർ 16 കൂടി, അതായത് ഉത്രാടത്തിൻ്റെ അന്ന് അവർ ഏറ്റുമാനൂർക്ക് പോയി, കാണക്കാരി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. ഞാൻ ഇപ്പോൾ വാലുവേഷനൊക്കെ പോകുന്ന കാണക്കാരിയില്ല. അപ്പോൾ ഞാൻ ഓർക്കാറുണ്ട് എവിടെയായിരുന്നു വലിയ ഇവർ താമസിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ. അന്ന് എനിക്ക് ഏറ്റുമാനൂരും പരിചയമില്ല, കോട്ടയവും പരിചയമില്ല, നമ്മൾ കൂത്താട്ടുകുളം വിട്ട് അപ്പുറത്തേക്ക് പോയിട്ടുമില്ല. അപ്പോൾ അങ്ങനെ പോയി. പിന്നെ അങ്ങനെ BEd അതിനുശേഷം BEdന് അപ്ലൈ ചെയ്തു. എൻ്റെ റിസൾട്ടൊക്കെ വന്നു. ഞാൻ സ്പീഡ് പോസ്റ്റിൽ പെട്ടെന്ന് കിട്ടാവുന്ന രീതിയിലാണ് PGയുടെ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിയെടുത്ത് BEdന് തൊടുപുഴ UCTയിൽ ചേർന്നത്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ചേട്ടായുടെ മാരേജിൻ്റെ സമയത്ത് അമ്മച്ചിയുടെ ഒരു സൈഡ് തളർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചിക്ക് വേറെ ജോലിയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല. കാരണം നടുവേദനയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് നടു തളർന്നു പോയി. നടു മീൻസ് ഒരു സൈഡ് ഫുള്ള് തളർന്നു പോയി. വടിയൊക്കെ കുത്തിപ്പിടിച്ച് നടക്കുന്ന സമയത്തിന് നേരം നിൽക്കാൻ പറ്റാത്ത സമയം ദൈവം സഹായിച്ച് എങ്ങനെയൊക്കെയോ പിന്നെ എഴുന്നേറ്റ് നടന്നത് വേറെ കാര്യം. ആ സമയത്താണ് ഞാൻ BEd ചെയ്തത്. അപ്പോൾ ഫുള്ള് പഠിപ്പിച്ചതെല്ലാം അപ്പയാണ് കേട്ടോ. അപ്പോൾ അപ്പ മദ്യപിക്കുമായിരുന്നു. ഞാൻ 9 പഠിക്കുമ്പോൾ അപ്പയുടെ ആദ്യം ലിവർ സിറോസിസ് വന്നു, ലിവർ പോയി. പിന്നെ കുറേ നാൾ മദ്യപാനമൊക്കെ നിർത്തി, ഡീസൻ്റൊക്കെ ആയി. അതിന് ശേഷം പിന്നെയും തുടങ്ങി, വേറെ ലിവർ വീണ്ടും വന്നു പറഞ്ഞപ്പം ഇതിങ്ങനെ പൊട്ടി മുളച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ എന്ന് ഓർത്ത് പിന്നെ മദ്യപിച്ചു. BEdനൊക്കെ പഠിക്കുന്ന സമയമായപ്പോഴത്തേക്കും വീണ്ടും അപ്പയ്ക്ക് വയ്യാതായി. എൻ്റെ BEd പഠിത്തം കഴിഞ്ഞ വഴി തന്നെ അപ്പയുടെ മേലെല്ലാം നിറച്ച് നീരൊക്കെ ആയി. അപ്പോൾ വേറെ ഒരു മാർഗ്ഗമില്ല, ചേട്ടായി വീട്ടിലില്ല, അവർ വേറെ താമസിക്കാനായിട്ട് പോയി. പിന്നെ എന്നാൽ പിന്നെ വേഗം പിടിച്ച് എന്നെ കെട്ടിക്കാമെന്ന് വിചാരിച്ച് എന്നെ വേഗം തന്നെ പിടിച്ച് BEdൻ്റെ റിസൾട്ടൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ എൻ്റെ കല്യാണവും നടത്തി വിട്ടു, വീട് വിറ്റു. നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്നും തൊടുപുഴയിലേക്ക് ഇങ്ങ് പോരുകയും ചെയ്തു. അത് അന്ന് പുനലൂർ ഹൈവേ വരുവാന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തം നഷ്ടക്കച്ചവടമായിരുന്നു അന്നത്തെ. അപ്പം അന്ന് അതിലൊക്കെ ഒരുപാട് പറ്റിക്കപ്പെടുകയോ ചെയ്തത് പിന്നീടാണ് അറിഞ്ഞത് കേട്ടോ, അത് വിറ്റ കാര്യത്തിൽ. ഇപ്പൊക്കെ അത് ആ സ്ഥലം വീടൊക്കെ വിറ്റപ്പോൾ കോടികൾ കിട്ടും. അതുപോട്ടെ, നമ്മുടെ വീടും നമ്മുടെ പരിസരമൊക്കെ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് 2.5 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം ഞാൻ വിധവ എന്ന ലേബലിലേക്ക് മാറ്റപ്പെട്ടു. അവിടെ മുതലാണ് എനിക്ക് ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാകും, ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയ സമയമായിരുന്നു അത്. നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ, നമ്മുടെ ബന്ധുക്കളെ, നമ്മുടെ ഫ്രണ്ട്സിനെ ഒക്കെ മനസ്സിലാക്കാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും മോശം കാലഘട്ടമായിരിക്കും. ആരൊക്കെ കൂടെ ഉണ്ടായിരിക്കുമെന്ന്. പിന്നീട് ഇങ്ങോട്ട് കുറേ ട്രാജഡികൾ സംഭവിച്ചപ്പോഴും നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുമായിരുന്നു. കാരണം ഹസ്ബൻഡ് മരിച്ചു, എല്ലാവരെയും അറിയിച്ചു. പക്ഷേ വേണ്ടപ്പെട്ടവർ എന്ന് നമ്മൾ വിചാരിച്ച, രക്തബന്ധമുള്ളവർ എന്ന് നമ്മൾ വിചാരിച്ചവരൊക്കെ എത്തിയത് മരിച്ച ആ അടക്കിൻ്റെ സമയത്തായിരുന്നു. അത് പിന്നീട് കുറേ പ്രാവശ്യം ആവർത്തിക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം പിന്നെ എല്ലാവർക്കും അറിയാം, അവിടെ ഈ സ്വത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. വീടും സ്ഥലവും ഇതൊക്കെ എല്ലാവർക്കും മതി. നമ്മളൊന്നും പിന്നെ ആർക്കും വേണ്ടല്ലോ, നമ്മളെ കൊണ്ട് ഉപകാരമൊന്നുമില്ല. അപ്പോൾ ക്ലെയിമിൻ്റെയൊക്കെ അഡ്വക്കേറ്റ്സ്, അവരുടെ ക്ലർക്കുമാരൊക്കെ വീട്ടിൽ വരുന്നു, പൈസ ഭാര്യ എന്ന നിലയിൽ എന്നോട് സംസാരിക്കുന്നു. അപ്പോൾ അതിൽ ഞാൻ ഇന്നാൾ വന്ന് കയറിയവളെന്നുള്ള ഒരു ലെവലിൽ സ്ത്രീകൾക്ക് എപ്പോഴും, ഈ പെൺപിള്ളേർക്ക് എപ്പോഴും ഉണ്ട്.
അപ്പം അവൾ എന്തോ കുറേ കോടികളൊക്കെ കിട്ടും, അതുകൊണ്ട് അവൾ വിട്ടുപോകും, അതുകൊണ്ട് ഇവളെ എത്രയും പെട്ടെന്ന് ചാടിക്കണം എന്നുള്ള ഗൂഢാലോചന ആരൊക്കെയോ നടത്തപ്പെടുന്നു. അതിൽ നിന്നും ഉണ്ടാകുന്ന മർദ്ദനത്തിൽ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നു. അപ്പോഴും ആരൊക്കെ വരും, എന്തൊക്കെ ചെയ്യും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ള അവസരങ്ങളായിരുന്നു. എനിക്കൊന്നും വേണ്ട, അവരുടെ വീടും വേണ്ട, സ്ഥലവും വേണ്ട, സമാധാനം മാത്രം മതി എന്നും പറഞ്ഞ് ഞാൻ ഇവന് 1.5 വയസ്സുള്ളപ്പോൾ ഇവനെ എടുത്തുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നതും ഇവിടെ നമ്മൾ വീടൊക്കെ വിറ്റ് വാടകയ്ക്ക് താമസിക്കുക പപ്പയമ്മ. ഇപ്പം അങ്ങോട്ട് നമ്മളങ്ങ് തിരിച്ചിങ്ങ് പോരുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് പറഞ്ഞവരൊക്കെ ഉണ്ട്, ഇനിയും എന്തുവാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇനിയിപ്പോൾ കെട്ടിയാനൊക്കെ മരിച്ചുപോയി, വല്ല തുണിക്കടയിലൊക്കെ സെയിൽസ് ഗേളൊക്കെ ആയിട്ട് നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ ഉണ്ട്. അതൊക്കെ പോട്ടെ. അങ്ങനെ പോകുന്ന നമ്മൾ 1 വർഷത്തോളം ഓരോ കാര്യങ്ങളും കേസും കൂട്ടും കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് ഓടിപ്പാഞ്ഞൊക്കെ നടന്നു. ആ സമയത്താണ് അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് അറിയുന്നത്. അമ്മയ്ക്ക് ബ്രസ്റ്റിൽ ഒരു തടിപ്പ് പോലെ കുളിച്ചപ്പം ഇങ്ങനെ തൊട്ടപ്പോൾ തോന്നിയതാണ്. അപ്പം അറിഞ്ഞപ്പം അത് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. അമ്മ തന്നെയാണ് ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെ അറിയുന്നതൊക്കെ. അതിനുശേഷം അമ്മയുടെ അവർക്ക് വീട്ടിൽ പറഞ്ഞു മരിച്ചു പോവാണേ പോട്ടെ, കാരണം വേറെ പൈസ വരുമാന മാർഗ്ഗമില്ല, എനിക്കന്ന് ജോലിയും കൂലിയൊന്നും ഇല്ല, വെറുതെ തിരിഞ്ഞ് വീട്ടിൽ തന്നെ കുത്തിരിക്കും കൊച്ചിനെ കൊണ്ട്. അപ്പോൾ കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചതെല്ലാം കൊണ്ട് പണയം വെച്ച അസുഖമല്ലേ, അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു മാർഗ്ഗങ്ങളുണ്ടെങ്കിൽ നമുക്കത് മാറ്റാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇത് എല്ലാം കൊണ്ട് വെക്കാം, ഉള്ളതൊക്കെ കൊണ്ട് പണയൊക്കെ വെച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇതിന് വേണ്ടിയിട്ട് സർജറി ഒന്നും നടത്തുന്നില്ലെന്ന് അറിഞ്ഞു. പിന്നെ പോയി നിൽക്കാനോ അത്ര ദൂരെ പോയി നിൽക്കാനോ അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ ഒന്നിനെക്കുറിച്ച് ഒരു ധാരണയില്ല. കാരണം ഞാൻ കടയിൽ പോയിട്ട് ഒരു മിഠായി പോലും ഒറ്റയ്ക്ക് വാങ്ങിയിട്ടില്ല അവിടം വരെ. തന്നെ ഒരിടത്തും പോയി അമ്മ വീട്ടിൽ പോലും പോയി തന്നെ പോയി നിന്നിട്ടില്ല. തനിയെ ജീവിക്കാൻ അറിയാൻ പാടില്ല. 28 വയസ്സ് ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ എന്തോ ചെയ്യാനാ. പിന്നെ ആകെയുള്ളത് അപ്പയാണ്. അപ്പ അന്നേരം തീർത്ത് വയ്യ. അപ്പ മരിച്ചു പോകുമെന്നും പറഞ്ഞാണ് ആ നാട്ടുകാർ ഞങ്ങൾ വീട് വിറ്റ് പോകുന്ന സമയത്തൊക്കെ എന്നെ കിട്ടില്ല, അത്രയ്ക്ക് നീരൊക്കെ ആയിരുന്നു. പിന്നെ മദ്യപാനമൊക്കെ നിർത്തി കൂത്താട്ടുകുളം ജെയിംസ് മാണി എന്ന് പറയുന്ന ഒരു ഡോക്ടറുടെ ചികിത്സയായിരുന്നു. നല്ല സൂപ്പറായിട്ടുള്ള നല്ല അടിപൊളി ചികിത്സ, ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്നു. അദ്ദേഹത്തെ വീട്ടിൽ പോയാൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന അപ്പയ്ക്ക്. അപ്പോൾ നല്ല മരുന്നും കാര്യങ്ങളൊക്കെ കിട്ടിയത് കൊണ്ട് അപ്പം ആ അസുഖത്തിൽ നിന്നൊക്കെ മാറി. പക്ഷേ ഇനി മദ്യം തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടില്ല എന്നുള്ള ഒരു കണ്ടീഷനൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അസുഖം വന്നത്. വേറെ ഒന്നും നോക്കിയില്ല. ഹോളി ഫാമിലിയിലാണ് നമ്മൾ ഇങ്ങ് പോകുന്നത്. പിന്നെ ഇവനുണ്ടായ പിന്നെ ഇവൻ സിസേറിയൻ ആയിരുന്നു. അപ്പം എൻ്റെ ഇൻഫെക്ഷനായിട്ട് വയറെല്ലാം സിസേറിയൻ ചെയ്താണ് ഇൻഫെക്ഷനായിട്ട് പിന്നെ 1 മാസത്തോളമുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഹോളി ഫാമിലിയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവൻ്റെ കിഡ്നി ഫെയിലിയർ ആയിപ്പോയി. കാരണം ഇവൻ ആവശ്യമുള്ള പാലൊന്നും കിട്ടാതെ വന്ന് വെള്ളമൊന്നും ഇല്ലാതെയൊക്കെ കിഡ്നി ഫെയിലിയർ ആയി. പിന്നെ ഇവൻ അഡ്മിറ്റായി, ഞാൻ അഡ്മിറ്റായി. അങ്ങനെ നമ്മൾ പിന്നെ അന്ന് മുതൽ നമ്മൾ ഹോളി ഫാമിലിയിലാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മച്ചയും ഓട്ടോമാറ്റിക്കലി അവിടെ തന്നെയായിരുന്നു. മുതലക്കുട ഹോളി ഫാമിലിയിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, നല്ല എമൗണ്ടും ആയിട്ടുണ്ട് അവിടെ. നമ്മളതൊന്നും നോക്കാനായിട്ട് നിന്നില്ല. അമ്മച്ചിക്കാണെങ്കിൽ അമ്മച്ചിയുടെ അപ്പനും അമ്മയും എഴുതി വെച്ച സ്ഥലം കിടക്കുന്നുണ്ട് അമ്മച്ചിയുടെ വീട്ടിൽ. പക്ഷെ ഇതൊന്നും ആരും തരാനൊന്നും തയ്യാറായിരുന്നില്ല. അല്ലെങ്കിൽ നമ്മളെന്നാൽ പിന്നെ പെങ്ങള് വീടുമായില്ലാതെ വാടകയ്ക്കൊക്കെ കിടക്കുവാണ്, അല്ലെങ്കിൽ കൂടപ്പിറപ്പാണ്, അത് വീട് വാടകയ്ക്ക് കിടക്കുകയാണ്, അസുഖമാണ്, ഈ അസുഖമാണ്. മകളും ഹസ്ബൻഡും മരിച്ചൊരു കുഞ്ഞു കൊച്ചുമായിട്ട് 1.5 വയസ്സേ ഉള്ളൂ. അമ്മച്ചിക്ക് അസുഖം വരുമ്പോൾ 2 വയസ്സേ ഉള്ളൂ. കുഞ്ഞു കൊച്ചുമായിട്ട് അടക്കമാണ്, വേറെ ആരും സഹായിക്കാനില്ല. ആങ്ങളാണെങ്കിൽ ഏറ്റുമാനൂർ, അവൻ ആ ഭാഗത്തേക്ക് വന്നില്ല, ട്രീറ്റ്മെൻറ്റിലും വന്നില്ല, ഓപ്പറേഷനും വന്നില്ല, ഒരു കാര്യത്തിനും വന്നില്ല. കയ്യിൽ എല്ലാം എടുക്കണ്ടേന്നൊക്കെ ഓർത്തോ, എല്ലാവർക്കും വേണ്ടത് ക്യാഷൊക്കെയാണ്. എന്നിട്ട് ഇതെല്ലാം കൊണ്ടുപോയി കൊശമറ്റം ഫിനാൻസിൽ കൊണ്ടുപോയി പണയം വെച്ച്, അത് എടുത്തു പറയേണ്ട കാര്യം, അവിടെയാണ് പണയം വെച്ച് തുടങ്ങിയത്. അപ്പം അവിടെ കൊണ്ടുപോയി നമ്മൾ പണയം വെച്ച്, എനിക്കിതിനെക്കുറിച്ച് ധാരണയില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്കറിയാവുന്നതുപോലെയൊക്കെ ഞാനന്ന് ചെയ്തു. ആരും ഉണ്ടായിരുന്നില്ല ഹെൽപ്പ് ചെയ്യാൻ, ആരും ഉണ്ടായിരുന്നില്ല ഹെൽപ്പ് ചെയ്യാനായിട്ട്. പക്ഷെ മാറി നിന്നിട്ട് കുറ്റം പറയാനും പരിഹസിക്കാനും അവഗണിക്കാനും പല ഇടങ്ങളിൽ നിന്നും അവഗണിക്കാനും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. മാറി നിന്നിട്ട് കുശു എന്ന് പറയുന്നു ഒക്കെ നമ്മൾ കണ്ടിട്ടും കണ്ണടച്ച് നിന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഞാൻ പറയും, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അഞ്ജു എന്ന് പറയുന്നൊരു ഫ്രണ്ട്, BEdന് എനിക്ക് കിട്ടിയ അഞ്ജുവും അവളുടെ ഹസ്ബൻഡ് സനൂപും, ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഫോട്ടോസും ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളതാണ് അവളെക്കുറിച്ചൊക്കെ. അവളെ എൻ്റെ കൂടെ ആദ്യാവസാനം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ വേറൊരു സത്യം. ആദ്യം തന്നെ ആ ഒരു ട്യൂമർ റിമൂവ് ചെയ്തു. ട്യൂമർ റിമൂവ് ചെയ്തിട്ട് ഇത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ലാബിൽ
അവിടെ ലാബിൽ കൊണ്ടു കൊടുക്കണമായിരുന്നു. മെഡിക്കൽ കോളേജിൽ തന്നെയായിട്ട് ഇതിനെക്കുറിച്ച് ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് കൊണ്ടു കൊടുക്കണമായിരുന്നു. അങ്ങനെ അതെടുത്തു. അതിൻ്റെ ടെസ്റ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പോരാ, ലിവറിലേക്ക് കൂടി ക്യാൻസർ കോശങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെന്നറിഞ്ഞു. അങ്ങനെ നമ്മൾ അതറിഞ്ഞു. പിന്നെ ഓപ്പറേഷൻ ആയിരുന്നു. ഓപ്പറേഷൻ സമയത്ത് കാര്യം പറഞ്ഞ റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നന്ദി പറയാനുള്ളത് ഇവരോടൊന്നുമല്ല. അന്ന് ഇവന് 2 വയസ്സ്. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് തെരുതെരേന്ന് മരുന്ന് വാങ്ങാനായിട്ട് അവർ ലിസ്റ്റ് തന്നുകൊണ്ടേയിരിക്കുക. വന്നവരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്കിപ്പോൾ പിന്നീട് ഓരോരുത്തരെ കാണുമ്പോൾ ചിരി വരും. അപ്പം കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും അങ്ങനെ ഓർമ്മിക്കണമെന്നോ, പക്ഷെ ചില സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് പരാതിയോ പരിഭവമൊന്നുമല്ല, ഞാൻ കടന്നു വന്ന വഴികളാണ് കേട്ടോ പറഞ്ഞു വരുന്നത്. ഇവനെ എടുത്തോണ്ടിരിക്കണം. ഇവനെ എടുക്കാനൊന്നും ആരുമില്ല. ഇവനാണെങ്കിൽ ഒരിടത്ത് ഇരിക്കുന്ന സ്വഭാവം അന്നും ഇല്ല ഇന്നും ഇല്ല, ഓടി നടക്കും. അപ്പം നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയണത് 3ാമത്തെ നിലയിലെങ്ങാണ്ട് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും 2nd ഫ്ലോറിലായിട്ട് വരും. 3ാമത്തെ നിലയിലാണ്. അവിടേക്ക് സ്റ്റെപ്പ് കയറി ഇറങ്ങും. താഴെ ഇറങ്ങി വരുന്ന IP ബില്ല് അടയ്ക്കണം. IP വന്ന് മരുന്ന് വാങ്ങണം. ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിൽ പോയി കാത്തു നിന്ന് കൊടുക്കണം. ഞാൻ മാത്രമല്ല അവിടെ ബൈസ്റ്റാൻഡറായിട്ട് പേഷ്യൻറ്റിനുള്ളത്, വേറെ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. വലിയ ഹോസ്പിറ്റലാണ്. അപ്പോൾ നല്ല തിരക്കുണ്ട്. ഈ തിരക്കിൻ്റെ ഇടയിൽ പോയി നിന്ന് വാങ്ങണം, കൊടുക്കണം. താഴെ ഇറങ്ങണം, മോളിൽ കയറണം എന്ന് പറയണം. ചെലുകുത്തെ മാങ്ങ എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു എൻ്റെ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ആണെങ്കിൽ ഊഞ്ഞാലുണ്ട്, കളിക്കണ എന്തൊക്കെ കറങ്ങണ സാധനങ്ങളുണ്ട്. ഈ ചെറുക്കനാണെങ്കിൽ ഈ തിയേറ്ററിന് മുകളിൽ താഴെ നോക്കണം. ഈ സംഭവം ഇവൻ അവിടെ പോകണം, ഒരു മാർഗവും ഇല്ല. അവസാനം ഞാനന്ന് സ്ഥിരമായിട്ട് ഓട്ടം വിളിക്കുന്ന, ഇപ്പം ഉള്ള ഓട്ടോറിക്ഷ ചേട്ടനല്ല, വേറൊരു അന്ന് വണ്ടമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെയുള്ള ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്ന ചേട്ടനെ നമ്മൾ സ്ഥിരം ഓട്ടം വിളിക്കുന്ന ആ ചേട്ടനും ആ ചേച്ചി അതിൻ്റെ വൈഫും കുറേ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെ വിളിച്ച് നല്ല വെയിലുള്ള സമയം, ഏപ്രിൽ മാസമായി. ഏപ്രിൽ 3, 4, 5, 6 ആ ഒരു സമയത്തൊക്കെ ഓപ്പറേഷൻ നടന്നത്. അപ്പം ആ ഒരു ഫസ്റ്റ് വീക്കായിരുന്നു. എന്നാൽ ഡേറ്റ് ഞാൻ മറന്നുപോയി. ആ ചേട്ടനെ വിളിച്ച് നമ്മൾ മുതലക്കോട് കോമ്പൗണ്ടിൽ വന്ന ചേട്ടൻ താഴെ ഓട്ടോറിക്ഷ ഇട്ട് കിടന്ന് ഇവനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറങ്ങി എൻ്റെ കയ്യിലിരുന്ന്. ഇവനെ കൊണ്ടുപോയി ആ ഓട്ടോയുടെ പുറകിൽ കിടത്തി. ഞാൻ പിന്നെ ഈ മരുന്നെല്ലാം വാങ്ങാൻ ഓടി നടക്കുക. ആരുമില്ല ഹെൽപ്പ് ചെയ്യാനായിട്ട്, വേറെ ആരും കൊച്ചിനെ പിടിക്കാനില്ല, ഒന്നിനുമില്ല കേട്ടോ. അപ്പം അവർക്ക് ഇവനെ എടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, എന്ത് ബന്ധം. അപ്പം അങ്ങനെ ഓടി നടന്ന് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇവന് എല്ലാം ഓക്കെ ആയി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ഇവനെ എടുക്കാൻ ചെന്നിട്ട് ഇവൻ ഉറങ്ങിക്കിടക്കുക. ഓട്ടോയുടെ പുറകിൽ ഇങ്ങനെ വേർത്ത് കുളിച്ച്. ആ ചേട്ടനാണ് ഈ ചെറിയ എന്തോ ഒരു പൊതിഞ്ഞ പേപ്പറാണ്. ആ പേപ്പറിട്ട് ഇവനെ വീശണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ വേർത്ത് ഒഴുകുക. പിന്നെ ഇവനെ എടുത്തുകൊണ്ട് പോന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓട്ടമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇതുമായിട്ട് പോകണം. ഇതിനെക്കുറിച്ചൊന്നും കോട്ടയം എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടുകേൾവി അല്ലാതെ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. കോട്ടയം ജോജോ ചേട്ടനുള്ള സമയത്ത് കളക്ടറേറ്റും അവിടെയുള്ള കാര്യങ്ങൾ, ഈ ക്ലബിൻ്റെ സാധനങ്ങളൊക്കെ വരുമ്പം അതൊക്കെ എടുക്കാനൊക്കെ ആയിട്ടുകൊണ്ട് കാണിച്ചതല്ലാതെ മെഡിക്കൽ കോളേജ് കോട്ടയത്ത് ടൗണിലേക്കൊന്നും പോകേണ്ട അതിനിപ്പുറമായിട്ടില്ല. അതിനെക്കുറിച്ചൊരു ധാരണയില്ല, ഒന്നുമില്ല. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയോ കഴിഞ്ഞ് കിട്ടി, ദൈവം സഹായിച്ച്. അതിനുശേഷമാണ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. ബ്ലഡ് ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ചീത്ത ബ്ലഡ് പോകാനായിട്ട് ട്യൂബൊക്കെ ഇട്ടു. നമ്മൾ പിന്നെ വീട്ടിലേക്ക് വന്ന ആ സമയത്ത് ഞാൻ വീഴുന്നൊക്കെ. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റില്ല. അപ്പ ആശുപത്രി നിൽക്കുക. അമ്മച്ചിയുടെ ചേച്ചി വന്ന് നിന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിൽക്കാനായിട്ട്. അങ്ങനെ ആ ഒരു ഹെൽപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവനെ കൊണ്ട് തനിച്ച ഒരു വലിയൊരു ഇല്ലമായിരുന്നേ വീട് അന്ന് താമസിക്കുന്നത്. വലിയൊരു ഇല്ലമായിരുന്നു, ഒരു റബ്ബർ തോട്ടത്തിൻ്റെ നടുക്ക്. കാര്യം പറഞ്ഞ ഹൗസ് ഓണറുടെ വീടാ മെയിൻ റോഡിൻ്റെ സൈഡിലാണ്. അതും കഴിഞ്ഞ് ഇച്ചിരി ഉള്ളിലേക്ക് കയറി അവരുടെ പറമ്പിൻ്റെ നടുക്കാണ്. പിള്ളമാരുടെ വീടാണ് കേട്ടോ, നായന്മാരിൽ പിള്ളമാരുടെ വീടാണ്. പഴയ ഒരില്ല. അതാണെങ്കിൽ പേടിയാകും നമുക്ക് ഒറ്റയ്ക്ക് കിടക്കാനായിട്ട്. ലൈറ്റെല്ലാം ഇട്ട് ബെഡ് വലിച്ച്, കട്ടിലേ കിടക്കാൻ പേടിയായിട്ട് ബെഡ് വലിച്ച് നിലത്തേക്ക് ഇട്ടിട്ട് ഞാനും ഇങ്ങനെ ബെഡേ കിടക്കും. ലൈറ്റൊക്കെ ഇട്ട് വെച്ചേക്കും. ഡോറൊക്കെ അടച്ചിട്ട് കിടക്കാം, പേടിക്കാനൊന്നുമില്ല. പിന്നെ ഈ മച്ചൊക്കെയുള്ള വീടാണ്. ഈ പൂച്ചയും മരപ്പട്ടിയൊക്കെ ഓടുമ്പോഴത്തേക്കും പേടിയാകും. അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ ജീവിച്ച് കടന്നു വന്ന് പിന്നീട് അങ്ങോട്ട് കീമോയുടെ ദിനങ്ങളായിരുന്നു. കീമോതെറാപ്പി ഒരു 6 എണ്ണമാണ് പറഞ്ഞത് കീമോ നടത്താൻ. അങ്ങനെ അന്നത്തേക്കും നമുക്ക് TTIയിൽ ജോലി കിട്ടി. അപ്പോൾ ഒരു വരുമാന മാർഗ്ഗമായി. അതുവരെ വരുമാനമൊന്നുമില്ല. അപ്പോൾ ഓരോ കീമോയ്ക്കും ഓരോ മാസത്തെ സാലറി. അതുപോലെ തന്നെ അന്നത്തെ പ്രിൻസിപ്പൾ രാമകൃഷ്ണൻ സാറ്
ഈ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ആയിട്ട് ഓരോ മാസം ലീവ് തരുന്നത്, അല്ലാതെ എടുക്കുന്ന ലീവുകൾ, ഇതിനൊക്കെ ഒരുപാട് സഹായിച്ചതും അവരാണ്. അപ്പോൾ സഹായിച്ചവരെ ഒന്നും മറന്നിട്ടില്ല. അതിലുപരി നമ്മളെ അവഗണിച്ചവരെ, കാരണം ഒന്നുമില്ല, അന്നൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വന്ന് നമ്മളെ വിളിച്ചെങ്കിലായി, ഇല്ലെങ്കിലായി എന്നുള്ളൊരു മട്ടിലൊക്കെയാണ്. അല്ലെങ്കിൽ വലിയ എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും വിളിക്കുമ്പം റിലേറ്റീവ്സൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഒരു കല്യാണമൊക്കെ വന്ന് അതിൻ്റെ ഏറ്റവും ഒരു കാര്യങ്ങൾ അവിടെ പോകാനും വീട് കാണാനും വരാനും അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ നാട്ടുകാരെ വിളിക്കുന്ന രീതിയിൽ ആ ഒരു ഫംഗ്ഷന് വേണ്ടി മാത്രമായിട്ടുള്ള വിളികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം പിന്നെ മാറി നിന്ന് അടക്കം പറച്ചിലുകൾ, അവൾക്ക് ഭർത്താവില്ല, അവൾ അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു, അല്ലെങ്കിൽ അവൾ കളർഫുള്ളായ ഡ്രസ്സ് ഇടുന്നു, പട്ടുസാരി ഉടുക്കുന്നു, അങ്ങനെയുള്ള കുറേ കുത്തുവാക്കുകൾ. അതൊക്കെ പോട്ടെ, സ്വാഭാവികം, എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടവരൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ നല്ല രീതിയിലുണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ കണ്ടറിഞ്ഞിടത്തോളം കൂടപ്പിറപ്പുകളോട് കൂടുതൽ വലിയ സ്നേഹമൊന്നും കാണിക്കേണ്ട കാര്യമില്ല എന്നതാണ് ഞാൻ കണ്ടു മനസ്സിലാക്കിയത്. ഞാനത് പുറത്തേക്ക് പറഞ്ഞുതരുമല്ല, എൻ്റെ റിലേറ്റീവ്സിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. കൂടപ്പിറപ്പുകളെ കെട്ടിച്ചു വിട്ട പെണ്ണുങ്ങളെ പിന്നെ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവർ തന്ന അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ് കേട്ടോ, വേറൊന്നുമല്ല. അങ്ങനെയല്ല വേണ്ടത്. സഹോദരങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലും പരസ്പര സഹായത്തിലും ഒക്കെ ആയിട്ടാണ് പോകേണ്ടത്. പക്ഷേ ഞാൻ കണ്ട കാര്യം ഇങ്ങനെയാണ്, കെട്ടിച്ചു വിട്ടതാണ്, പിന്നെ അതിനെ വലിയ മൈൻഡാക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ സഹോദരി മൂത്തവരെ ഇളയവരെയൊക്കെ നോക്കി വളർത്തുക, പോയി ഞങ്ങളെ ആരും നോക്കിയൊന്നും വളർത്തിയിട്ടില്ല, ഞങ്ങളൊക്കെ തന്നെ പോകുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ ഇവര് ചേച്ചി എന്ന് വിളിക്കേണ്ടടുത്ത് ഇവര് എന്ന് അഭിസംബോധന ചെയ്യുന്നത്, ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നവർ അവരുടെ മക്കൾക്ക് കൈമാറുന്ന മെസ്സേജ് ഇതൊക്കെ തന്നെയല്ലേ നീ ചിന്തിച്ചു പോവുക. കാരണം നിങ്ങളൊക്കെ ഓരോരുത്തർ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് വീടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ പരസ്പരം സഹായിക്കേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളോട്, എൻ്റെ പ്രേക്ഷകരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സഹോദരങ്ങൾ ഒരു വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒരുമിച്ച് വളർന്നവരുണ്ട് എങ്കിൽ, അച്ഛനും അമ്മയ്ക്കും ഉണ്ടായി, അവർ ഒരുമിച്ച് ചെറുപ്പം മുതൽ വളർന്നു, അവർ വിവാഹം കഴിച്ചയച്ചു, പെണ്ണുങ്ങളെ വിവാഹം കഴിച്ചയച്ചു, ആണുങ്ങളെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു. പിന്നീട് ഈ സഹോദരിമാരെ അല്ലെങ്കിൽ ഈ സഹോദരങ്ങളെ അല്ലെങ്കിൽ ഈ കൂടപ്പിറപ്പുകളെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലേ, അല്ലെങ്കിൽ ഇവരെ ഒന്നും സഹായിക്കേണ്ട കാര്യമില്ലേ, ഇവർക്ക് സുഖമാണോ എന്ന് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ലേ? ഇല്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ കണ്ടറിഞ്ഞത് അതാണ്. ഇവരെ ഒന്നും ഹെൽപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഇവരുടെ മക്കൾക്ക് കൈമാറുന്ന മെസ്സേജും ഇതൊക്കെ തന്നെ ആയിരിക്കും. സഹോദരങ്ങളുടെ മക്കൾ എന്താണെങ്കിലും കസിൻസ്, അവരും സഹോദരങ്ങളതൊക്കെ തന്നെയാണ്. അപ്പം അവരും ഇങ്ങനെയൊക്കെ തന്നെയാണോ? ഒരു വീട്ടിൽ ഒരു ആങ്ങളെ ഒരു പെങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു 4 മക്കളുണ്ടെന്ന് വിചാരിക്കുക. 4 പെൺകുട്ടികൾ, അല്ലെങ്കിൽ 2 ആണും 2 പെണ്ണും, എങ്ങനെയൊക്കെ ആയിക്കൊള്ളട്ടെ, 4 സഹോദരങ്ങളുണ്ടായി. അതിലിപ്പം ആണും പെണ്ണും ആയിക്കൊള്ളട്ടെ, അതിൽ 2 പെൺമക്കളെ കെട്ടിച്ചു വിട്ടു, ഒരു മകൻ വേറെ പോയി, അടുത്ത മകൻ വീട്ടിൽ നിൽക്കുകയാണ് കല്യാണം കഴിച്ച്. അപ്പം ഈ കെട്ടിച്ചു വിട്ട പെൺകുട്ടികളെ പിന്നീട് മറ്റുള്ള ഈ സഹോദരങ്ങൾ വിളിക്കേണ്ടെന്നാണോ, അന്വേഷിക്കേണ്ടെന്നാണോ, അല്ലെങ്കിൽ അവർക്ക് സഹായം വേണ്ടി വന്ന സഹായം കൊടുക്കേണ്ടതാണോ, അല്ലെങ്കിൽ അവരിൽ നിന്നും സഹായം സ്വീകരിക്കേണ്ട എന്നാണോ, അല്ലെങ്കിൽ ഇവരുടെ മക്കളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നതാണോ, ഇങ്ങനെയൊക്കെയാണോ എന്ന് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ചോദിക്കുകയാണ്. നമ്മൾ ബിന്ദു സ്ട്രീംസിലെ ഇന്നത്തെ ഒരു ചിന്താവിഷയമായിട്ട്, കൂടപ്പിറപ്പുകൾ തമ്മിലുള്ള സ്നേഹം വിവാഹത്തോടു കൂടി അല്ലെങ്കിൽ സഹോദരികളെ വിവാഹം കഴിച്ചയച്ചാൽ തീരുമോ, അല്ലെങ്കിൽ സഹോദരന്മാർ വിവാഹം ചെയ്തു കൊണ്ടുവന്നാൽ തീരുമോ, അല്ലെങ്കിൽ ഇവരുടെ മക്കളായിട്ട് യാതൊരു ബന്ധവുമില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ഇല്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൂടപ്പിറപ്പുകളോട് ഇനി അവരെ നോക്കാനൊന്നും പറ്റത്തില്ല, അല്ലെങ്കിൽ അവരുടെ വിശേഷങ്ങളെ ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ഏതെങ്കിലും സഹോദരങ്ങളുണ്ടെങ്കിൽ, അവർക്ക് മക്കളുണ്ട്, അവർ 3, 4, 5 മക്കളുണ്ട് അവർക്ക്, ആ മക്കളും വിവാഹം കഴിച്ച് അയച്ചു പോയാൽ അങ്ങ് പൊക്കോട്ടെ, ബാക്കിയുള്ളവർ അവരുടെ കാര്യത്തിലൊന്നും ഇടപെടേണ്ട, ഇവരുടെ മക്കളെ ഒന്നും നോക്കേണ്ട എന്നാണോ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് എൻ്റെ റിലേറ്റീവ്സിൽ നിന്നും എനിക്കുണ്ടായ ഒരു സംശയം മാത്രമാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സഹോദരങ്ങൾ തമ്മിൽ അങ്ങ് മരണം വരെ നല്ല സ്നേഹത്തിൽ തന്നെ പോകണം. സഹായിക്കേണ്ടടുത്ത് സഹായിക്കണം, അല്ലെങ്കിൽ സുഖമാണോ എന്നെങ്കിലും ഒന്ന് വിളിച്ച് അന്വേഷിക്കണം. ഞാനത് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. സുഖമാണോ, അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട്, എവിടെയെങ്കിലും ജോലി നോക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് നല്ല വാക്കുകൾ കേൾക്കാനായിട്ട് ആഗ്രഹിച്ച കാലഘട്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വന്നെന്ന് അറിഞ്ഞുകൊണ്ട് പ്രാണിയും വന്ന്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്നെ സഹായിക്കാനോ, അല്ലെങ്കിൽ അമ്മയെ സഹായിക്കാനോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് സുഖമാണോ എന്ന് വിളിച്ച് അന്വേഷിക്കാനോ ആരും ഉണ്ടായിട്ടില്ല എന്നതാണ് കേട്ടോ സത്യം. പിന്നെ ഈ വീട്ടിൽ വന്നിട്ട് പോലും നമ്മൾ ഇത്ര 5-6 മാസമായെങ്കിലും ഒരിക്കൽ പോലും, അല്ലെങ്കിൽ അമ്മ അസുഖം വന്നിരുന്ന സമയത്ത് പോലും ഞാൻ കണ്ടിട്ടില്ല ആരെങ്കിലും എങ്ങനെയുണ്ട്, കുറഞ്ഞോ
എന്ന് ചോദിക്കാനോ ജസ്റ്റ് ഫോൺ വിളിച്ച് ഒരു സെക്കൻഡൊക്കെ വേണമെങ്കിൽ അന്വേഷിക്കാമല്ലോ. അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സ്നേഹമൊന്നും ഞാൻ കണ്ടിട്ടില്ല. 1-2 പേര് വീട്ടിൽ വന്നിട്ടുണ്ടെന്നല്ലാതെ അല്ലെങ്കിൽ അന്വേഷിച്ചിട്ട് ഉണ്ട് എന്നല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. ഈ തള്ളിക്കളയുന്നത് എന്താ തള്ളിക്കളഞ്ഞത് അങ്ങ് പോട്ടെ, അല്ലെങ്കിൽ രക്ഷപ്പെടാതെ കിടക്കുന്നവരൊക്കെ അങ്ങ് പോട്ടെ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല. പലരും ചോദിക്കുന്നുണ്ട് അമ്മ എവിടെ, അമ്മ എവിടെ, അമ്മ എവിടെ എന്ന് ചോദിക്കും. അപ്പം അമ്മ ഇറങ്ങൂല, അമ്മ അവിടെ തന്നെ ഉണ്ട്. വയ്യാതെ ആയിട്ടുണ്ട്, മരുന്നൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അമ്മയ്ക്ക് അമ്മയുടെ അപ്പനും അമ്മയൊക്കെ എഴുതി കൊടുത്ത സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അമ്മ എന്ന് പറയുമ്പം 19 വയസ്സിൽ കല്യാണം കഴിപ്പിച്ച് അയച്ചു. അപ്പം അന്ന് ഒന്നും കൊടുക്കാനുള്ളതൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം വെറുതെ അങ്ങ് ഇറക്കി വിട്ട് ലവ് മാരേജ് ഒന്നും അല്ല, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അപ്പം സ്ത്രീധനം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ നിയമത്തിനെതിരാണെങ്കിൽ പോലും ഒരു പെൺകുട്ടിയെ നമ്മൾ വിവാഹം കഴിച്ചു വിടുമ്പോൾ അവളുടെ ഭാവിക്കായി, അവളുടെ സുരക്ഷയ്ക്കായി എന്തെങ്കിലുമൊക്കെ കൊടുക്കുമല്ലോ. അങ്ങനെ കൊടുത്താണ് അമ്മയ്ക്ക് സ്ഥലം. കാരണം അപ്പ നല്ല മദ്യപാനി ആയതുകൊണ്ട് അമ്മയ്ക്ക് സ്ഥലം എഴുതി വെച്ചു, എന്തെങ്കിലും കാര്യത്തിൽ അമ്മയ്ക്കൊരു ഹെൽപ്പ് ആവട്ടെ എന്ന് വിചാരിച്ച്. പക്ഷേ അത് അമ്മയ്ക്ക് ഒരു പെണ്ണാണ്, വിവാഹം കഴിച്ച് അയച്ചു വിട്ട പെണ്ണാണ്, തിരിച്ചു വന്നത് എടുത്തുകൊണ്ട് വെച്ച് സ്വയം അതിലേക്കൊന്നും പോകാനുള്ള ശേഷിയോ അല്ലെങ്കിൽ കാര്യപ്രാപ്തിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ അവിടെ അങ്ങ് ആയിപ്പോയി. അപ്പോൾ അമ്മ ഓർത്തു അമ്മയുടെ സഹോദരങ്ങൾ അത് വിറ്റ് എന്തെങ്കിലും ആയിട്ട് കൊടുക്കും എന്നുള്ള ഇതിലൊക്കെ ആയിരിക്കും അമ്മ ചിന്തിച്ചിരുന്നത്. അതിൽ വിഷമം മൂത്തിട്ടിപ്പം അതിൻ്റെ ഇടയ്ക്ക് ഭർത്താവ് മരിച്ചു, മകൻ മരിച്ചു, അപ്പോൾ ഇങ്ങനെ മരുമകൻ മരിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങളിലേക്കൊക്കെ വന്ന് ആകെ ഡെസ്പായി പോയി. ഒന്നുമില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇവിടെ വന്ന് കിടന്നപ്പം ഇത് ഏതോ ഒരു വീട്, പൊതുവേ ഒരു മാതാപിതാക്കളാണെങ്കിൽ പെമ്മക്കളെ വിവാഹം കഴിച്ച് അയച്ചു വിട്ടെടുത്ത് വന്ന് താമസിക്കാനായിട്ട് താല്പര്യമൊന്നും കാണിക്കില്ല. കാരണം അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും, നമ്മളാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ വീട്ടിൽ നിൽക്കാനല്ലേ നമ്മളെപ്പോഴും ആഗ്രഹിക്കുള്ളൂ. അപ്പം അല്ലാതെ ഇപ്പോൾ ഒരു പെങ്കൊച്ചിനെ ഞാൻ കല്യാണം കഴിപ്പിച്ച് അയച്ചിട്ട്, ഇപ്പോൾ ഇവനൊരു പെങ്കൊച്ചാണെന്ന് സപ്പോസ് വിചാരിക്കുക, ഞാൻ ഇവനെ വിവാഹം കഴിപ്പിച്ച് അയച്ചിട്ട് ഞാൻ പിന്നെ ഇവൻ ആ വീട്ടിൽ ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആ മരുമാൻ്റെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ എനിക്കിനി ഒന്നുമില്ല, എനിക്ക് എന്തുവാണ് വേറെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല, എന്തെങ്കിലും കാര്യത്തിന് എനിക്ക് ഇവരെ ആശ്രയിക്കേണ്ടി വരുമോ എന്നുള്ള ആകുലതകളും അങ്ങനെയുള്ള ചിന്തകളും ഒക്കെ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് അമ്മയുടെ നാട്ടിലേക്ക് പോകാൻ തുടങ്ങി. എൻ്റെ അപ്പനും അമ്മയും ഉണ്ടാക്കിയ സ്ഥലം അവിടെ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് അവിടെ ഉണ്ട്, എനിക്കത് വേണം. കാരണം അമ്മയെ അതുപോലെ തന്നെ അമ്മയെ ഹരാസ് ചെയ്യുമായിരുന്നു പപ്പയുടെ വീട്ടുകാരും. പപ്പയൊക്കെ കാരണം ഒന്നും കൊണ്ടുവന്നില്ല, ഒന്നും കൊണ്ടുവരാതെ കയറി വന്നവള് ഇതാന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അടിയിടിയൊക്കെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ വിഷമം ഇതെല്ലാം കൂടെ കൊണ്ട് അമ്മ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അമ്മ പറയാതെയൊക്കെ ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയൊക്കെ വന്നു. പിന്നെ അമ്മേനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവിടെ നിന്ന് വിളിച്ചുകൊണ്ടൊക്കെ വന്ന് അപ്പം ഇവിടെ ഇരുത്തിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത്. അപ്പം അങ്ങനെ കയറിപ്പോകാൻ സ്വന്തമായിട്ടൊരു വീടില്ലാതെ ജനിച്ച് വളർന്ന വീട്ടിൽ തീർത്തും അന്യമായിട്ട് മാറിയ, അല്ലെങ്കിൽ അങ്ങോട്ട് ഇനി കയറിപ്പോന്നേക്കരുത് കാരണം അവർക്ക് ബാധ്യതകളൊന്നും വയ്യ എന്നുള്ള അവസ്ഥയിലേക്ക് നമുക്ക്, അച്ഛനും അമ്മയും മരിച്ച നമ്മൾ അനാഥരാണ്, സത്യമാണ്. അപ്പം ആ ഒരു അനാഥത്വം ഫീൽ ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ, അല്ലെങ്കിൽ അമ്മ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നവർ തള്ളി പറഞ്ഞപ്പോൾ മുതൽ അമ്മ അബ്നോർമലായി തുടങ്ങി. ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ ക്യാൻസറിൻ്റെ ഒരു അവസ്ഥയിൽ മാത്രമല്ല ഞാൻ ഒറ്റപ്പെട്ടതായിട്ട്, അല്ലെങ്കിൽ അമ്മ ഒറ്റപ്പെട്ടതായിട്ട് തോന്നിയത്. ഇത്ര അടുത്ത് വന്ന് താമസിച്ചിട്ട് പോലും പപ്പ മരിച്ചു, ചേട്ടായി മരിച്ചു, ഇതെല്ലാം മരണം അറിഞ്ഞിട്ട് പോലും രാത്രിയിൽ ഞാനും അമ്മയും ഇവനും അല്ലാതെ എൻ്റെ വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്നത് വേറെ സത്യം. ഇത്രയും മരണങ്ങൾ നടന്നിട്ടും ആ ശവമടക്കിൻ്റെ സമയത്ത് ആ പള്ളിയിലേക്ക് വന്നതല്ലാതെ ഞാനൊരു ബന്ധുക്കളെയും കണ്ടിരുന്നില്ല. പപ്പ മരിച്ചപ്പോഴാകട്ടെ അല്ലെങ്കിൽ ചേട്ടായി മരിച്ചപ്പോഴാകട്ടെ എൻ്റെ വീട്ടിലേക്ക് ആരും വന്ന് ഞാൻ കണ്ടില്ല. അല്ലെങ്കിൽ അമ്മയ്ക്ക് സഹോദരങ്ങളുള്ളതായിട്ട് എനിക്ക് യാതൊരു അറിവും ആ സമയത്ത് ഉണ്ടായിട്ടില്ല എന്നത് വേറൊരു സത്യമാണ്. അപ്പം ഈ ഒറ്റപ്പെടലും അവഗണനയും അല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടലുകളും ഒക്കെ ഇന്നും ഇന്നലെയും കണ്ടു തുടങ്ങിയതൊന്നുമല്ല. അതുകൊണ്ട് ഉണ്ടാകുമ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് മതി. അതുകൊണ്ട് ആരും നമ്മളെ ഇങ്ങോട്ട് വന്നിട്ട് അത് അങ്ങനെ കാണിക്കാം ഇങ്ങനെ കാണിക്കാം, അല്ലെങ്കിൽ നീ അങ്ങനെ ആയിരുന്നില്ലേ എന്നൊന്നും ചോദിച്ച് വന്നാൽ നമുക്ക് ഇവിടെ അങ്ങ് ഏക്കത്തൊന്നുമില്ല. നമ്മൾ അതിലും വലിയതെല്ലാം അനുഭവിച്ച് വന്നതാണ്. അപ്പം ഇതുപോലെയൊക്കെ ഇത്രയും ഒറ്റപ്പെടലുണ്ടായവർ ആരെങ്കിലും, വീട്ടിലൊരു മരണം നടന്നപ്പോൾ പോലും ഞങ്ങൾ 3 പേരും അല്ലാതെ വേറെ ആരും ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നില്ല എന്നത് വേറൊരു പച്ച പരമാർത്ഥമാണ്. പിന്നെ പപ്പ മരിച്ചു എന്ന് അറിഞ്ഞപ്പം ഞാനീ പറഞ്ഞ അഞ്ജുവിൻ്റെ വീട് മുതലക്കുടത്താണ്. അഞ്ജുവിൻ്റെ പപ്പയും മമ്മിയും ഹൈസ്കൂള് ഹെഡ് മാസ്റ്ററൊക്കെ ആയിട്ട് റിട്ടയർഡ് ആയവരാണ്.
അപ്പം പപ്പ മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഞാനിങ്ങനെ അഞ്ജുവിനോട് പറഞ്ഞു, അഞ്ജു എപ്പോൾ എന്നും എന്നെ വിളിക്കും കേട്ടോ, അത് വേറൊരു കാര്യം. അവളെന്നും എന്നെ വിളിക്കും, ആ സമയത്തൊക്കെ എന്നും എന്നെ വിളിക്കുമായിരുന്നു. ഞാൻ ഒറ്റപ്പെട്ട് വീട്ടിൽ വന്ന സമയത്തൊക്കെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അഞ്ജുവാണ്. അഞ്ജു ഇപ്പം കോട്ടപ്പടി സ്കൂളിലെ ടീച്ചറാണ് കേട്ടോ. അപ്പോൾ അന്ന് അവളെ പ്രസവിച്ച് കിടക്കുവാണ്, പപ്പ മരിച്ചു എന്ന് അറിയണം. അന്ന് അവളുടെ വീട്ടിലുണ്ട്, ഇരട്ടക്കുട്ടികളാണ്. അവളാ പിള്ളേരെ ഇട്ടിട്ട് അവളെ നിർബന്ധപൂർവ്വം പപ്പയും കൂട്ടി അവളപ്പം വീട്ടിലെത്തി. നമ്മളെ കണ്ടുപോയതല്ലാതെ വേറെ ആരും എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ കണ്ടിട്ടില്ല. കാരണം നമ്മൾ ഇത്ര അടുത്താണ് താമസിക്കുന്നത്, നമ്മൾ തൊടുപുഴ തന്നെയായിരുന്നു താമസിക്കുന്നത്, ഞെറുക്കുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്ത്. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അമ്മയ്ക്കൊരു ബന്ധുക്കളുള്ളതായിട്ട് എനിക്ക് വലിയ അറിവൊന്നുമില്ല. പിന്നെ 1-2 പേരല്ലാതെ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. പിന്നെ അമ്മയ്ക്ക് കയറിപ്പോകാൻ അമ്മയ്ക്ക് ജനിച്ചു വളർന്ന വീടില്ല, വേറെ റിലേറ്റീവ്സും ഇല്ല. പിന്നെ ആൻസിനെ എന്തുവാണ് മാമോദീസയ്ക്ക്, ആൻസിൻ്റെ മാമോദീസയ്ക്ക് ആൻസിൻ്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയായത് അമ്മയുടെ ഒരു ആങ്ങളെയും ഭാര്യയായിരുന്നു. അപ്പം അങ്ങനെ അവരിവിടെ തൊട്ടടുത്തൊന്നുമല്ല, അവരിവിടുന്ന് പിന്നെയും കുറച്ചുകൂടെ പോകണം, അവിടെ താമസിക്കുന്നത്. പിന്നെ അമ്മയുടെ ചേച്ചിയുണ്ട്, അവർ ഹൈ റേഞ്ചിൽ താമസിക്കുന്നത്. അവർക്കൊന്നും ഓടിപ്പടഞ്ഞ് എത്താനായിട്ട് അത്ര അടുത്തൊന്നും അല്ല. പക്ഷെ അതിലും അടുത്തുള്ളവരൊക്കെ ഉണ്ടായിരുന്നു, ഞാനീ പറയുന്നവരെ ആരെയും കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കും അത്രയൊക്കെ അറ്റാച്ച്മെൻ്റ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ പോകാനിടമില്ലേ എന്നൊക്കെ, അല്ലെങ്കിൽ വേറെ എവിടെയാണ് പോയത് എന്നൊക്കെ ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് വേറെ എങ്ങും പോയിട്ടില്ല. ഇത്രയും സിറ്റുവേഷൻസും, പപ്പയുടെ മരണം, ആങ്ങളുടെ മരണം, ഹസ്ബൻഡിൻ്റെ മരണം, ക്യാൻസർ, അമ്മയുടെ ക്യാൻസർ അസുഖങ്ങൾ, വാടക വീടുകൾ തോറും മാറി 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 പോകുന്നത്, ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് തരണം ചെയ്തത്. ഞാൻ ഇവിടം വരെ എത്തിയത് ഒറ്റയ്ക്കാണ്. ഇനിയിപ്പം ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല. നമുക്ക് എന്ത് കാര്യത്തിനും ചേട്ടൻ കൂടെയുണ്ട്, ചേട്ടൻ്റെ കൂടപ്പിറപ്പുകളുണ്ട്, ചേട്ടൻ്റെ ഫാദറുണ്ട്. തീർത്ത് വയ്യാത്തൊരു ചാച്ചനാട്ടോ, 97 വയസ്സ് കഴിഞ്ഞ് 98ലേക്ക് കടന്ന ഒരു ചാച്ചനാണ് ചേട്ടൻ്റേത്. അപ്പം എനിക്ക് ഇവരെയൊക്കെ വലിയ കാര്യമാണ് കേട്ടോ. ഒരു പനി വന്നാൽ പോലും ചേച്ചിമാരൊക്കെ, ചേട്ടൻ്റെ സഹോദരിമാരാണേലും വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പം ഞാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല ആരുടെ. അപ്പം ഇത്രയും ഇഷ്യൂസോ, ഇത്രയും പ്രശ്നങ്ങളും, ഇത്രയും പ്രയാസങ്ങളും, ദുഃഖങ്ങളും, ദുരിതങ്ങളും, ആശുപത്രിയും, രോഗങ്ങളും, രോഗികളും, കിടക്കുകളും ഒക്കെ ഉണ്ട്, രോഗക്കിടക്കുകളും ഒക്കെ ഉണ്ടായിട്ട് പോലും എന്നാൽ അമ്മയുടെ അതോടെ ഉണ്ട്, എന്നാൽ പോയി അത് അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് വിറ്റ് തരുമോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് അതിൽ നിന്ന് ചെയ്ത് തരാമോ, അല്ലെങ്കിൽ ഒരു നേരത്തെ 1 കിലോ അരി തരാമോ എന്ന് ചോദിച്ച് ഞാൻ ഒരു വീട്ടിലും പോയിട്ടും ഇല്ല. അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റൽ വരെ ഒന്ന് വരാമോ എന്നൊന്നും ഞാൻ ആരോടും ചോദിച്ചിട്ടുമില്ല. ഇതെല്ലാം ഇവർക്ക് ബാധ്യതകളാണെന്ന് ഞാൻ കണ്ടു മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ട് ആരുടെ അടുത്ത് ഞാൻ ഒരു ഔദാര്യത്തിനും പോയിട്ടുമില്ല. എനിക്കാരും ഒരു ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുമില്ല. പിന്നെ വല്ലപ്പോഴും വന്ന് വിളിച്ചന്വേഷിക്കാൻ പൗളിയാൻ്റി ഇടയ്ക്കിടയ്ക്ക്, അതായത് ഇവൻ്റെ തലതൊട്ടമ്മ പൗളിയാൻ്റി ഉണ്ടായിരുന്നു, പൗളിയാൻ്റി ഇടയ്ക്ക് വിളിച്ചന്വേഷിക്കുമായിരുന്നു. അല്ലാതെ ഞാൻ ആരും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ പൗളിയാൻ്റി എന്ന് പറഞ്ഞ അമ്മയുടെ ആങ്ങളുടെ വൈഫാണ് കേട്ടോ. പൗളിയാൻ്റിയുടെ വീട്ടിലും പ്രായമായ ഒരു അമ്മയുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആങ്കിളിനും അസുഖമാണ്, അങ്ങനെയും കാര്യങ്ങളാണ്. ഇപ്പോൾ അതിനൊരു അറ്റാക്കും കഴിഞ്ഞ് ഇപ്പം അതിനൊരു ക്യാൻസറും വന്ന് അവരും ആകെ ഇപ്പം കഷ്ടത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെ ആയിട്ട് ജീവിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങ് പോവുകയാണ്. അപ്പം ഞാൻ ഇതല്ലാതെ പിന്നെ എല്ലാ ജോജോ ചേട്ടൻ്റെ എല്ലാ ഡെത്ത് ആനിവേഴ്സറി വരുമ്പോഴും ഇവൻ്റെ ബർത്ത്ഡേ വരുമ്പോഴൊക്കെ പൗളിയാൻ്റി വിളിച്ച് അന്വേഷിക്കാറുണ്ട് കേട്ടോ. അത് വേറൊരു സത്യം. അങ്ങനെ ഇതല്ലാതെ ഞാൻ ആരെയും കണ്ടിട്ടില്ല, എനിക്കൊട്ട് അറിയാനും പാടില്ല. അതുകൊണ്ട് തന്നെ പോകാൻ വേറെ ഇടവുമില്ല. ഞാനൊന്നും ആരുടെയും ആഗ്രഹിച്ചിട്ടുമില്ല, ഇനിയിട്ട് ആഗ്രഹിക്കാനും പോകില്ല. ഞാൻ വിട്ടുകൊടുത്ത ശീലം എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ വേറെ ഇങ്ങോട്ട് വരുമ്പം പിന്നെ ഞാൻ ആരോടും ആർക്കും ഒന്നിനും പോകാതിരിക്കുമ്പം ഇങ്ങോട്ട് വന്നാൽ ഞാൻ വിട്ടുകൊടുക്കാറുമില്ല. ഞാൻ വിട്ടുകൊടുക്കാറില്ലെന്നല്ല, ഞാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കാര്യം നടത്താതെ പോകാറുമില്ല. കാരണം സത്യം എൻ്റെ ഭാഗത്താണ് എനിക്ക് നല്ല നിശ്ചയമുള്ള സ്ഥിതിക്ക്, അല്ലെങ്കിൽ സത്യം നമ്മുടെ കൂടെയാണെന്നുള്ള നിശ്ചയമുള്ള സ്ഥിതിക്ക് നമുക്ക് വേറെ ആരെയും ഒന്നിനെയും നോക്കേണ്ടെന്ന് അല്ലെങ്കിൽ ഭയപ്പെടേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവം സഹായിച്ച് നമുക്ക് കിടക്കാനായിട്ട് ഒരു വീടും തന്നു, നമ്മളെ സംരക്ഷിക്കാനായിട്ട് അത്രയും പൊന്നു പോലുള്ള ഒരു ചേട്ടനെയും തന്നു. അല്ലെങ്കിൽ ഇവനാണെങ്കിലും പേടിക്കാതെ കിടന്നുറങ്ങാനായിട്ട്, ഹലോ എൻ്റെ കഥ കേട്ട് ഇവൻ ഉറങ്ങല്ല, ആൾക്കാർ ഉറങ്ങിപ്പോകും. ഇവനാണെങ്കിലും പേടിക്കാതെ കിടന്നുറങ്ങാനായിട്ട് ഒരു വീടും കിട്ടി. പിന്നെ സമാധാനപൂർവ്വമായിട്ട് ഉറങ്ങാനും പറ്റുന്നുണ്ട്. എല്ലാം നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ നമ്മളിലേക്ക് എത്തുള്ളൂ. നമ്മളൊന്ന് വിട്ടുകൊടുത്ത് നോക്കൂ, ദൈവം നമ്മളിലേക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് തരും. നല്ല കൂടപ്പിറപ്പുകളെയും നല്ല ജീവിത സാഹചര്യങ്ങളും ഒക്കെ ദൈവം നമുക്കായിട്ട് നൽകി. ഇത് തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയാനുള്ളത്. നമ്മൾ
എൻ്റേതെന്നും പറഞ്ഞുകൊണ്ട് അടക്കി പിടിക്കാതെ എൻ്റേത് നിൻ്റേതാക്കി വിട്ടുകൊടുത്ത് നോക്കും. അതിലും വലിയ എൻ്റേതിലേക്ക് ദൈവം നമ്മളെ കൊണ്ട് ചെന്ന് എത്തിക്കും. അപ്പം ഇതാണ് എൻ്റെ ലൈഫ് സ്റ്റോറി. അപ്പം ഇനിയിപ്പം എവിടെ പോയി എന്നുള്ള ക്വസ്റ്റ്യൻസ് നിരോധിച്ചിരിക്കുകയാണ്. നമ്മൾ 3 പേരും ഇവിടെയുണ്ട്, കൂടെ ചേട്ടനുണ്ട്, നമ്മുടെ ബാസ്ക്യൂ ഉണ്ട്, ഇപ്പം ദാ പൂച്ചയുണ്ട്, വേറൊരു പൂച്ച വന്നു കയറിയിട്ടുണ്ട്, ഇവക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, ഇത്രയും പേരുണ്ട്. ഇനി ഒരു കോഴിപ്പൂവിനെ കൂടി വാങ്ങിയ സെറ്റ്. അപ്പോൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഈ വാചകം അടിച്ചിരുന്നത് ആൻസർ പഴംപോളി തിന്നു. അപ്പം നമ്മൾ ചായയൊക്കെ കുടിക്കട്ടെ. എൻ്റെ ചായ ചൂടാറിയിട്ടില്ല. അപ്പം നമ്മൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. ഡിസൈനിങ് ഓഫ് വിൻഡോസ് ഡ്രീംസ്. ബൈ.